നമ്മൾ പണ്ട് കടക്കാരനാവുക എന്നുള്ളത് വലിയൊരു നാണക്കേടാണ്. മെറ്റീരിയൽ വിറ്റിട്ടുണ്ടാകുന്ന കാശിനേക്കാളും കൂടുതൽ ഉണ്ടാകുന്നത് ഇപ്പൊ കാശ് വിറ്റിട്ടുള്ള കാശാണ്. ഒരു പണക്കാരനും അവന്റെ കയ്യിലുള്ള കാശ് കൊണ്ടല്ല പണം ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കാശ് കൊണ്ടാണ്. നമ്മളൊരു സാധനം മേടിക്കണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ കാശ് ഉണ്ടാകുമ്പോഴേ ഞാൻ മേടിക്കുള്ളൂ. ഇന്ന് അതല്ലല്ലോ സ്ഥിതി. എൻ്റെ അടുത്ത മാസത്തെ ശമ്പളം ഞാൻ ഈ മാസം സ്പെൻഡ് ചെയ്യും. അത് മാത്രമല്ല, നമുക്കിത് ഒരു ക്ലിക്കിൽ കാശ് അയക്കാൻ പറ്റല്ലേ ചെയ്യുന്നത്. ഇപ്പൊ സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യന്റെ ഈറ്റിംഗ് പാറ്റേണിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഒരു 20 വർഷം മുമ്പ് വരെ ബാങ്ക് ലോൺ കൊടുത്തിരുന്നത് അത്തരം ആസ്തി നോക്കിയിട്ടാണ്. കടത്തിന് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക, നിങ്ങളുടെ കരടച്ച രസീത്, ടാക്സ് അടച്ചതിന്റെ റെസിറ്റ് കാണിക്കണം, നിങ്ങളുടെ പേരിൽ സ്വത്ത് വേണം. ഇന്ന് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തിരിച്ചടക്കം എന്നുള്ളൊരു ഗ്യാരണ്ടി മതി. കോവിഡിന് ശേഷം മനുഷ്യന്മാർക്ക് വലിയ ധൈര്യം. എന്റെ കാറ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് എന്റേതല്ല, ഇത് ബാങ്കിന്റെ ആണെന്നുള്ള തോന്നലോടുകൂടി ഞാൻ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം ഉണ്ടായിരുന്നൊരു ജനറേഷനിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രം അങ്ങനെ എന്താ കാര്യം? ഏറ്റവും നല്ല ധനം എന്താണെന്ന് വെച്ചാൽ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ABC ടോക്കിലേക്ക് സ്വാഗതം. ഡോക്ടർ TPS നമസ്കാരം. നമസ്കാരം. സമ്പാദ്യമാണോ കടമാണോ ആദ്യം ഉണ്ടാവേണ്ടതെന്നാണ് ഇന്നിപ്പം ചിന്തിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തൊട്ടാലും EMI അല്ലെങ്കിൽ ലോൺ, ഒരു ക്ലിക്കിൽ ലോൺ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ പണ്ടൊക്കെ സമ്പാദ്യമായിരുന്നു, നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പണം കിട്ടിത്തുടങ്ങിയാൽ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ശീലം. ഇന്നത് മാറിയിട്ട് EMI സ്റ്റാർട്ട് ചെയ്യുക, ജോലി ആ ഒരു രീതിയിലേക്ക് ചിലവാണ് ആദ്യം വരെ. എന്താണ് ഈ മാറ്റത്തിന് കാരണം? എന്താണ് ഇതിനെപ്പറ്റി TPSന് പറയാനുള്ളത്? ഒരു കഴിഞ്ഞ 50 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാരാണെങ്കിൽ സമ്പാദിക്കുക, സ്വത്ത് മേടിക്കുക, വീട് വലിയ, കാരണം മക്കളെ നോക്കണം, മക്കളുടെ മക്കൾക്ക് ചിലപ്പം, ഇവരൊക്കെ പാരമ്പര്യമായിട്ട് ഡിപ്പെൻഡൻസി ഉള്ളവരാണ്. ഇന്ന് പാരമ്പര്യമായിട്ടുള്ള ഡിപ്പെൻഡൻസി പോയി. ഇപ്പോൾ 1 2 അല്ലെങ്കിൽ 1 തന്നെ, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർ, അങ്ങനെയുള്ള കപ്പിളാണ് കൂടുതൽ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 7 കുട്ടികൾ അല്ലെങ്കിൽ 1 2 വിവാഹങ്ങൾ, ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ളവരൊക്കെ 1946 മുതൽ 1964 വരെയുള്ള കാലം, അതാണ് ബേബി ബൂമേഴ്സ്. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് ഇന്ത്യ ഒട്ടുക്ക്. ഇന്ത്യയിലെ ലോകത്തിലാകെ, ലോകം മൊത്തം ആ ഒരു ബേബി ബൂമേഴ്സ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. അപ്പൊ നിങ്ങൾ പെർസെന്റേജ് നോക്കുമ്പോൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ്. ആ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ അല്ല. ഇപ്പൊ ഒരു 64 വരെ ജനിച്ചവര്, 1964 വരെ ജനിച്ചു, ഇപ്പൊ ഒരു 60 വയസ്സുള്ള 62 വയസ്സുള്ളവരൊക്കെ ബേബി ബൂമേഴ്സ് ആണ്. അതിനുശേഷമുള്ളവരാണ് ജെനക്സ് എന്ന് പറയുന്നത്. ജെനക്സ് എന്ന് പറയുന്നത് 65 മുതൽ 1980 വരെയുള്ളവർ. അത് കഴിഞ്ഞിട്ടുള്ളവരാണ് മില്ലനിയൽസ്. മില്ലനിയൽസ് എന്ന് പറഞ്ഞാല് ഒരു 96 വരെയൊക്കെ ഉള്ളവർ. അവിടെ നിന്നും 2012 വരെയുള്ളവർ, അവരാണ് ജെൻസി. ഇപ്പൊ ജെൻ ആൽഫയാണ്. അപ്പൊ ജെൻസി എന്ന് പറയുന്നവർ ഇപ്പൊ ടീനേജ് ആണ്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാല് അവര് ഡെയറിങ് ആണ്. അവരുടെ, നമ്മുടെ കാര്യത്തിലൊക്കെ നമ്മുടെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത്, അച്ഛൻ തന്നിട്ടുള്ള വീട്, അച്ഛൻ തന്നിട്ടുള്ള സ്വത്ത്, അവരെന്നെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി എന്നൊക്കെ പറയും. ഒരു 20 വർഷം മുമ്പ് വരെ ബാങ്ക് ലോൺ കൊടുത്തിരുന്നത് അത്തരം ആസ്തി നോക്കിയിട്ടാണ്. നമ്മള് കടത്തിന് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക, നിങ്ങളുടെ കരടച്ച രസീത് അല്ലേ, പിന്നെ ടാക്സ് അടച്ചതിന്റെ റെസിറ്റ് കാണിക്കണം, നിങ്ങളുടെ പേരിൽ സ്വത്ത് വേണം. ഇന്ന് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തിരിച്ചടക്കം എന്നുള്ളൊരു ഗ്യാരണ്ടി മതി. എഡ്യൂക്കേഷൻ ലോണൊക്കെ കൊടുക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഇതില് ഏകദേശം 2020 വരെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ 2028, ഞാൻ പറയാം സാധാരണ ADBC എന്ന് പറയുന്ന പോലെയാണ്. ബിഫോർ കോവിഡ് ആണ് BC, ആഫ്റ്റർ ഡിസീസ് ആണ് നമ്മുടെ 2020 ശേഷം. അപ്പൊ ഈ ADയിൽ ആഫ്റ്റർ ഡിസീസ് കാലത്ത്, കോവിഡിന് ശേഷം മനുഷ്യന്മാർക്ക് വലിയ ധൈര്യം വന്നു. അവരെ ഇതൊന്നും പ്രശ്നമല്ല, എപ്പോഴാ ചാവുന്നൊരു രൂപമില്ല. ആ അവസ്ഥയിലേക്ക്, ആ ഒരു ബോധം ഈ ഒരു 3 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റതാണ്. ഒരു പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാങ്കുകളുടെ ഒരു റവല്യൂഷൻ നടന്നത് തന്നെ ഒരു 1970 മുതലാണ്. ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് പിന്നെ പഞ്ചസാര റേഷനാണ്, സിമെന്റ് പോലും റേഷനാണ്. പിന്നെ കലക്ടറുടെ ഒപ്പ് കിട്ടിയാലേ 10 ചാക്ക് സിമെന്റ് കിട്ടുള്ളൂ. 10 ചാക്കിൽ താഴെയാണല്ലേ? അല്ല, 10 ചാക്കിൽ വേണം സിമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള കാരണം ബോധിപ്പിച്ച് കളക്ടർ ഒപ്പിട്ടിട്ട്
ഏത് കാലത്തെ പറ്റി? ഈ 1978-ലൊക്കെ കാലം നമുക്ക് റേഷൻ എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും റേഷൻ, അരി പോലും ഇല്ലാത്തൊരു കാലം. ആ സമയത്ത് ചുണ്ണാമ്പൊക്കെ ഉപയോഗിക്കില്ലായിരുന്നു. അതെ, അതൊക്കെ ഉപയോഗിക്കായിരുന്നു. കാരണം സിമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനം. ഈ ജാഗരി ഉപയോഗിക്കുമായിരിക്കും, ശർക്കര നമ്മൾ ചിലപ്പം ഉപയോഗിക്കുമായിരിക്കും, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുമായിരിക്കും. ശർക്കര കടകളിൽ കിട്ടും, പഞ്ചസാര കടകളിൽ കിട്ടില്ല. പഞ്ചസാര റേഷൻ ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ അന്ന്. പഞ്ചസാര 1 കിലോ 2 കിലോ മാത്രം ഒരു വീട്ടില്. ഇന്ന് എത്ര ലാവിഷായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, എല്ലാ ജ്യൂസിലും ഇട്ട് അടിക്കുന്ന ഒരു സാധനം, അന്ന് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ച ആളാണ്. എല്ലാവരെയും രോഗിയാക്കിയ സാധനം. അത് വളരെ റേഷനായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന കാലഘട്ടം ആലോചിച്ചു. ഒരു ബാങ്ക് മാത്രം ചിലപ്പോൾ ഒരു വില്ലേജിൽ ഉണ്ടാവുള്ളൂ. ഇന്ന് എത്രയോ ബാങ്കുകളുണ്ട്. ഇന്നൊരു ജംഗ്ഷനിൽ 15 ബാങ്കുണ്ട്. ഇപ്പൊ ബാങ്കുകളുടെ ഒരു വ്യാപനം, അവർക്ക് കിട്ടുന്ന കുറേ ഇന്റർനാഷണൽ ഫണ്ടിങ്ങുകൾ, ഓരോരാളും അയക്കുന്ന കാശ്. ഇപ്പം കേരളത്തിന്റെ 40% ഗൾഫിൽ നിന്ന് വരുന്ന കാശാണ്. ഈ കാശുകളൊക്കെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യല്ലേ ചെയ്യണത്. അപ്പൊ ഈ ഒരു വ്യയം എന്ന് പറയുന്ന ഒരു വിനിമയം എന്ന് പറയുന്നത്, വ്യയം എന്ന് പറയുന്നത് 1980 ശേഷം 2000 വരെ ഉണ്ടായിരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് 10% ഒരു 30% വരെയാണ്. എന്നുവെച്ചാൽ 20% കൂടിയത് ഒരു 40 കൊല്ലം കൊണ്ടാന്ന് വിചാരിക്കാം. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൂടിയത് 10%. ഇപ്പൊ 2026 25 കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മൾ കാണുന്നത് ഈ വിനിമയം, ബാങ്കുകളിലൂടെയുള്ള വിനിമയം ഒന്ന് ഡിജിറ്റലായി. നമുക്കൊരു കാശ് എടുക്കണമെങ്കിൽ, നമ്മളൊരു സാധനം മേടിക്കണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ കാശ് ഉണ്ടാകുമ്പോഴേ ഞാൻ മേടിക്കുള്ളൂ. ഇന്ന് അതല്ലല്ലോ സ്ഥിതി. എൻ്റെ അടുത്ത മാസത്തെ ശമ്പളം ഞാൻ ഈ മാസം സ്പെൻഡ് ചെയ്യും. അത് മാത്രമല്ല, നമുക്കിത് ഒരു ക്ലിക്കിൽ കാശ് അയക്കാൻ പറ്റല്ലേ ചെയ്യുന്നത്. ഒരു ക്ലിക്കിൽ കാശ് അയക്കാൻ പറ്റുന്നു, അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് എന്തായിരിക്കും. നമ്മൾ പണ്ടൊക്കെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് കഴിക്കണം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്ത് ആള് വരും. ആള് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഓർഡർ വേണ്ടതെന്ന്. നമ്മൾ എവിടെയെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആള് വരും. ഇപ്പൊ സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യന്റെ ഈറ്റിംഗ് പാറ്റേണിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അല്ലേ? അടുക്കള സംസ്കാരം തന്നെ മാറി. അപ്പൊ എപ്പോഴും നമുക്ക് ഈസിലി ഒരു ബട്ടണിൽ കിട്ടാവുന്ന സംഭവം എന്ന് പറയുന്ന സമയത്ത് ആൾക്കാരുടെ വ്യയം മാറി, വിനിമയം മാറി. എല്ലാ സംഭവങ്ങളും നമുക്ക് വളരെ എളുപ്പം കിട്ടുമ്പോഴത്തേക്കും ലാവിഷായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന് കാശ് എല്ലാവരുടെ അടുത്തും കൂടുതലുണ്ട് താനും. ഇനി കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ ബാങ്ക് ഉടനെ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. പണ്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് വേണം നമുക്കൊരു അക്കൗണ്ട് തുറക്കാൻ. ഇന്ന് നമ്മുടെ അടുത്തേക്ക് വരികയല്ലേ. നമ്മുടെ ഒരു ID കാർഡ് എന്ന് പറയുന്ന ആധാർ കാർഡ് മാത്രം ഉണ്ടായാൽ മതിയല്ലോ. പണ്ട് അങ്ങനെയല്ല. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 2 ആൾ വേണം, അവരെയും കൈയോടെ പിടിച്ച് കൂട്ടി കൊണ്ടുപോകണം, അവര് ബാങ്കിൽ അക്കൗണ്ട് വേണം, അവന് ക്രെഡിറ്റ് ഉണ്ടോ നോക്കണം. ഇന്ന് അതൊക്കെ മാറി. അപ്പോൾ ഒക്കെ ഡിജിറ്റൽ ആയതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു മാറ്റം, ബാങ്കിങ്ങിലുള്ള മാറ്റം. പിന്നെ മനുഷ്യന്മാരുടെ കയ്യിൽ കാശ് കുറേ കിടക്കാണ്. അവരെന്ത് ചെയ്തു? ഇതൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റ് വന്നു, ബാങ്കിൽ കാശ് അധികമായി. ബാങ്കിൽ കാശ് അധികമാകുമ്പോൾ അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വന്നു. ഇപ്പോൾ ബിസിനസ്സൊക്കെ നടക്കുന്നത്, പണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ മെറ്റീരിയൽ വിറ്റിട്ടുണ്ടാകുന്ന കാശിനേക്കാളും കൂടുതൽ ഉണ്ടാകുന്നത് ഇപ്പോൾ കാശ് വിറ്റിട്ടുള്ള കാശാണ്. അതെ, കറൻസി ട്രേഡാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എല്ലാവരുടെ അടുത്തും കാശുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മക്കൾക്ക് അത് വേണ്ട. അല്ല, ഇപ്പം നമ്മൾ ഇതൊരു നമ്മുടെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം 1 EMI, 2 ക്രെഡിറ്റ് കാർഡ്. അതായത് ഇപ്പോൾ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഇന്ന് കഷ്ടപ്പെടുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നാളെ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം പഠിപ്പിച്ച, എൻ്റെ ജനറേഷൻ പഠിച്ച ഒരു കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച് ജീവിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് സമ്പന്നമായി ജീവിക്കണം. വരവറിഞ്ഞ് ചിലവാക്കണം. ചിലവ് വരവിനേക്കാൾ കൂടാൻ പാടില്ല. പക്ഷേ ആ കോൺസെപ്റ്റിൻ്റെ നേരെ ഉൾട്ടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതായത് നിങ്ങൾ നാളെ പണിയെടുത്ത് കിട്ടുന്ന പണം നിങ്ങൾക്ക് ഇന്ന് ചിലവാക്കാം. 1 ക്രെഡിറ്റ് കാർഡ്, 2 നിങ്ങൾക്ക് കാറ് തന്നിട്ട്, നിങ്ങൾക്ക് AC തന്നിട്ട്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ തന്നിട്ട്, നിങ്ങൾക്ക് എന്തിനാ വില കൂടിയ അല്ലെങ്കിൽ ഒരു 5000 രൂപ കൂടുതലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ, മൊബൈൽ വാങ്ങണമെങ്കിൽ പോലും നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ നാളെ അധ്വാനിച്ച് ഇത് അടച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇതൊരു അമേരിക്കൻ വൈബിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അല്ലേ? ഈ ഒരു എക്കണോമിക് പോളിസി ഒരു പക്ഷേ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുകയാണോ, സൊസൈറ്റിക്ക് ദോഷം ചെയ്യുകയാണോ, സമ്പാദ്യമാണോ, സ്പെൻഡാണോ, എന്താണ് നമ്മൾ പാലിക്കേണ്ടത്? അതിൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ടേക്കേഴ്സ് ഉള്ളപ്പോഴാണ് ഗിവേഴ്സ് ഉണ്ടാവുക. ഓക്കെ.
ആരും എടുക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങുക? ഞാനിപ്പോൾ ഒരു മാർക്കറ്റ് തുടങ്ങിയിട്ട് കുറേ സാധനം കൊണ്ടുവെക്കുമ്പോൾ മേടിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ തുടങ്ങുക. എല്ലാ ബാങ്കുകളും അന്യോന്യം കോമ്പറ്റീഷനാണ്. അവർക്ക് ഇഷ്ടംപോലെ കാശ് അവരുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ബാങ്കിലെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ അവർ ഉപയോഗിക്കണം. നമ്മളൊരു നാഷണൽ ഹൈവേ വരുമ്പോൾ അവിടെ എത്രയോ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് അറിയാതെ അവൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരികയാണ്. അവൻ എന്ത് ചെയ്യണം? അവന് വലിയ ബോധമൊന്നുമില്ല ബിസിനസ് ചെയ്യാനുള്ള. അവൻ ബാങ്കിൽ കൊണ്ടുവരും. ആദ്യം ചെയ്യുന്ന അതാണല്ലോ. എല്ലാ ട്രാൻസാക്ഷനും ബാങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു രാജ്യം പോലും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം ചെയ്യുന്നത്, ഞാൻ കുറേ റോഡുകൾ ഉണ്ടാക്കിയാൽ അതിൽ നാടെ വണ്ടികൾ ഓടിയാൽ എനിക്ക് അവിടെ നിന്നും കിട്ടും. കുടിവെള്ള പദ്ധതി ജപ്പാൻ. എന്തിനാ ജപ്പാൻ ഇങ്ങനെ കാശ് കൊടുക്കുന്നത്? എന്തിനാ കേരള ഗവൺമെൻറ് കുറേ ലോൺ പല ലോകത്തിൽ നിന്നും വാങ്ങിയിട്ട് ചിലവാക്കുന്നത്? അതിനൊക്കെ ഒരു റിട്ടേൺ ഉണ്ടാവും എന്നുള്ളൊരു ബോധത്തിലാണ്. അപ്പോൾ ആ ബോധം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇൻവെസ്റ്റേഴ്സ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടണമെങ്കിൽ നിങ്ങളുടെ പേയിങ് കപ്പാസിറ്റി കൂടുതലുണ്ട് എന്നറിയണം. ആ പേയിങ് കപ്പാസിറ്റി കുറേ ആൾക്കാരിൽ ശമ്പളം, ആ ശമ്പളത്തോണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പം ഇന്ന് കേരളത്തിൽ. പക്ഷെ അയാൾക്കറിയാം എനിക്ക് ശമ്പളം 20,000 ആണെങ്കിലും നാളെ എൻ്റെ ശമ്പളം 50,000 ആവും എന്നുള്ള ധാരണയിൽ അവൻ ആ EMI എടുക്കുകയാണ്. നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ EMI ഇന്നത്തെ കണക്ക് വെച്ചിട്ടല്ല, അടുത്ത കുറേ കൊല്ലത്തേക്ക് എത്രയാണ് നടക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് എൻ്റെ ഒരു മാനിപ്പുലേഷനിലാണ് ഈ ലോകം നടക്കുന്നത്. ഇത് കുറേ ഫേക്കാണ്. ആ ഫേക്ക് ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ദിവസം കുടുങ്ങും എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ ആ ഭയം മാറി മനുഷ്യന്. ആ ഭയം മാറാൻ കാരണം തന്നെ ഐ എം നോട്ട് ഡിപ്പെൻഡ് ഓൺ സംബഡി. നമ്മൾ പണ്ട് കടക്കാരനാവുക എന്നുള്ളത് വലിയൊരു നാണക്കേടാണ്. ഇന്ന് ഇപ്പൊ എനിക്ക് ബാങ്ക് ഒരു ലോൺ തരുന്നു, എൻ്റെ കാറിന് എനിക്ക് ലോൺ തരുന്നു. ഈ ലോൺ എനിക്ക് അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാങ്ക് തന്നെ അതിനൊരു ഇൻഷുറൻസ് വെക്കുന്നു. ഞാൻ മരിച്ചു പോയാലോ, ഞാൻ ലോൺ അടച്ചില്ലെങ്കിലോ, മനസ്സിലായില്ലേ? ഇതൊരു അതായത് പറഞ്ഞ ഒരു വിഷ്വൽ സൈക്കിൾ ആണെന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫേക്ക് സംഭവമാണ്. ഇല്ലാത്ത കാശ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് 10 വർഷം പണിയെടുത്തൊരു കാർ വാങ്ങുന്നതും ഞാനൊരു കാർ എനിക്ക് ഇന്ന് കിട്ടി ഞാൻ അതിൻ്റെ എമൗണ്ട് പേ ചെയ്ത് ജീവിച്ചു പോകുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഈ ആദ്യം സാധനം കിട്ടുന്ന പോളിസി അല്ലേ ഒന്നുകൂടെ നല്ലത്? അല്ല, നിങ്ങൾക്ക് ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു സുഖം അനുഭവിക്കാൻ സാഹചര്യമുണ്ട്, അതിന് കുറ്റബോധമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ജനറേഷൻ എന്താ വെച്ചാൽ നമ്മൾ വേറൊരാളുടെ കാശ് കൊണ്ടൊരു സാധനം മേടിച്ചിരുമ്പോൾ എൻ്റെ കാറ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെതല്ല, ഇത് ബാങ്കിൻ്റെ ആണെന്നുള്ള തോന്നലോടുകൂടി ഞാൻ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ദുഃഖം ഉണ്ടായിരുന്നൊരു ജനറേഷനിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രം അങ്ങനെയായിട്ട് എന്താ കാര്യം? അപ്പൊ ലോകം എങ്ങനെയാണോ ഓടുന്നത് അതുപോലെ നമ്മൾ ഓടണം എന്നുള്ളൊരു അവസ്ഥയിലായി. ഇപ്പൊ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. എല്ലാവരും കാശ് കൊടുത്തിട്ട് ഫീസ് കൊടുത്തിട്ടൊന്നല്ല പഠിക്കുന്നത്. അതിൽ ഫുൾ ഗവൺമെന്റ് കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, പണ്ട് കാശ് കിട്ടിയാൽ മാത്രം ജോലി ചെയ്യുന്ന ഒരാള് ഇന്ന് ഗവൺമെന്റ് ഓരോരാൾക്കും വെറുതെ വീട്ടിലിരുന്നാലും 1000 രൂപ കൊടുക്കല്ലേ? 1000 അല്ല, അത് കൊണ്ടിപ്പോൾ കൊടുത്തു തുടങ്ങി. 1000 2000 ആയാലും ഒരു പണിയും എടുക്കാണ്ടും എനിക്ക് കാശ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റും കൊടുക്കണു, എല്ലാവരും കൊടുക്കണു. പണ്ട് കാശിന് വിലയുണ്ടായിരുന്നു, ഇന്ന് കാശിന് വിലയില്ല. ഇന്ന് നമ്മൾ ഭക്ഷണം നമ്മളിപ്പോൾ ഒരു സാധാരണ ഭക്ഷണം കഴിച്ച് ഒരു 1000 രൂപയുടെ ബില്ല് കൊടുക്കുമ്പോൾ പണ്ടത്തെ ബേബി ബൂമേഴ്സോ അല്ലെങ്കിൽ ജെൻസിന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു മാസത്തെ ചെലവാണിത്. 3000-2000 രൂപ. 2000 രൂപ ഒരു മാസം എനിക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് ദഹിക്കില്ല പലപ്പോഴും. ഇവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ, അതായത് ഞാനൊരു കാറ് മേടിക്കാൻ വേണ്ടി പണം സ്വരൂപിച്ച് ഒരു കാർ വാങ്ങുന്നു. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ആ കാറിൽ ഞാൻ യാത്ര ചെയ്യുന്നു, ആ കാറിനെ ഞാൻ സ്നേഹിക്കുന്നു, ആ കാറിനോടുള്ള എൻ്റെ അപ്രോച്ച് ഇതൊക്കെ വേറെ ആയിരിക്കും. നേരെ മറിച്ച് 0 EMI കാർ വേണോ, രാവിലെ വീട്ടിൽ കാർ കൊണ്ടിടുന്നു. 1ാമത്തെ മാസം മുതൽ ഈ കാറിന് വേണ്ടുന്ന EMI അടയ്ക്കാനുള്ളത് എനിക്ക് ടെൻഷനായി മാറുന്നു, ആങ്സൈറ്റി കൂടുന്നു. ഇതിനൊരു ആകെയുള്ളൊരു അഡ്വാൻറ്റേജ്, പണിയെടുക്കാതെ വീട്ടിൽ ഇരിക്കത്തില്ല, കൃത്യമായി പണിയെടുക്കും. പക്ഷേ ആദ്യത്തെ കാറ് വാങ്ങാൻ വേണ്ടി ഇതേ പണി എടുത്തിരുന്നു. ഇപ്പോൾ സതീശിൻ്റെ ഒരു കേസ് തന്നെ എടുത്താൽ, സതീശ് കാർ ലോൺ എടുക്കാത്ത ആളായിരുന്നു. ഞാൻ വഴക്ക് പറഞ്ഞ് സതീശിനെ കൊണ്ട് ഇപ്പോൾ സതീഷ് ഒരു ലക്ഷറി കാർ മേടിച്ചപ്പോൾ ലോൺ എടുപ്പിച്ചു. അതുകൊണ്ട് സതീശ് കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ ഓഫീസിൽ വരുന്നുണ്ട്. അല്ല, നമ്മൾ ഈ ടെൻഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സന്തോഷം. ഒരു മൗണ്ട് ക്ലൈംബിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഓരോ സ്റ്റെപ്പും ടെൻഷനാണ്. ഈ താഴത്ത് നോക്കുന്ന നമുക്ക് ആ ടെൻഷൻ, അയാൾക്ക് ത്രില്ലാണ്. ഈ പണം റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ഉണ്ടല്ലോ, അത് സ്റ്റോക്ക് മാർക്കറ്റിലായാലും അല്ലെങ്കിൽ ഇതേപോലെ EMI അടക്കാനായാലും
ഏതോ വ്യക്തികൾക്ക് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതൊരു ത്രില്ലാണ്. അവർ നഷ്ടം സഹിച്ചാലും, ഇപ്പൊ ഒരു ഷീട്ട് കളിക്കാരൻ അയാൾക്ക് നഷ്ടം പറ്റിയാലെന്താ കളി നിർത്താത്തത്? അതൊരു ത്രില്ലാണ്. ആ ത്രില്ലുള്ള ഒരാൾക്ക് ഇത് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അല്ല, ഇത് വലിയ കാര്യമാണ്. വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ ഒരാളുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാളുടെ 60,000 രൂപ വാടക എന്ന് പറഞ്ഞു. പക്ഷെ അയാളത് ചിന്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ദിവസം 2,000. അതെ, ഒരു പണിക്കാരനെ വെച്ചാൽ ഇവിടുത്തെ ചിലവ് 5,000 ആക്കി കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും. ഒരു പണിക്കാരനെ വെച്ചാലെന്ന് പറഞ്ഞാൽ ആ പണിക്കാരുടെ ശമ്പളത്തെ അയാൾ ഡിവൈഡ് ചെയ്തിട്ട് ദിവസത്തെ കണക്ക് കൂട്ടുക. അപ്പോൾ അയാൾക്ക് ആ എടുക്കുന്ന പൈസ, അല്ലെങ്കിൽ അയാൾ കടം എടുക്കുന്നതിന് അയാൾക്കൊരു വിഷയമല്ല, ഒരു ടെൻഷൻ ഇല്ലാത്ത കുറെ ആളുകൾ. അല്ല, ഇങ്ങനെ കണക്ക് കൂട്ടി ജീവിക്കുന്ന കുറേ പേര് എനിക്കറിയാം. അപ്പൊ ഞങ്ങള് പണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസ് വെഹിക്കിൾ ഉപയോഗിക്കണോ, സ്കൂട്ടർ ഉപയോഗിക്കണോ? അപ്പൊ ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടർ എൻ്റെ ഓഫീസിൽ മേടിച്ച ഞാനാണ്. അന്ന് സ്കൂട്ടറാണ്, 2 വീലറാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സൗകര്യത്തിന് ഇഷ്ടംപോലെ യാത്ര ചെയ്യാം. അപ്പൊ എൻ്റെ അടുത്ത സുഹൃത്തൊരു ഒറീസക്കാരനുണ്ട്. അപ്പോൾ പാത്ര ഉടനെ പറഞ്ഞാന്ന് വെച്ചാൽ, സ്കൂട്ടറിൽ പോയാൽ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഷർട്ട് അന്ന് തന്നെ കഴുകണം. എന്ത് ബുദ്ധിയാണ് അവൻ ആലോചിച്ച് നോക്കണം. അതേ സമയത്ത് ഓഫീസ് വെഹിക്കിളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിച്ചപ്പോ നാളെ ഉപയോഗിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് തന്നെ ഇട്ടാലും ആരും അറിയില്ലല്ലോ. അപ്പൊ അതിനുപയോഗിക്കുന്ന സോപ്പ്, അതിനുള്ള വെള്ളം, ജീവിതം ഇങ്ങനെയൊക്കെ കണക്കൂട്ടാൻ പറ്റുമല്ലോ അപ്പോഴാണ്. അപ്പൊ ഇങ്ങനെ കണക്കൂട്ടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാളടുത്ത് പോയിട്ട് കണ്ടാൽ എനിക്കെന്താ ലാഭം എന്നൊന്ന് ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ജീവിതം ഇങ്ങനെ കണക്കൂട്ടലാണോ എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഫെയിലിയറാണ്. ചിലപ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അത് ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് ശേഖരിച്ച് അത് കഴിഞ്ഞിട്ട് കൃഷ്ണരാമ ഗോവിന്ദ ഒരു ദിവസം ഞാൻ കാറ്റടിച്ച് പോയാലോ, അത് മറ്റാരെങ്കിലും ഉപയോഗിച്ചാലോ? അതെ, മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ ഞാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചേട്ടന്റെ മക്കളും പറ്റില്ല, ചേച്ചിയുടെ മക്കളും പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും മാത്രം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ സാധനം അത് എൻ്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും മക്കൾ ഉപയോഗിച്ച് എനിക്കെന്താ കുഴപ്പം? ആ ഒരു ബോധം ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിൽ പോലും ഇല്ല. ഇപ്പൊ സ്വത്ത് വിഹിതം കിട്ടാത്തതുകൊണ്ട് അടിച്ച് അങ്ങോട്ട് പിരിഞ്ഞിട്ടുള്ള എത്രയോ ചേട്ടാനിയന്മാരുണ്ട്. അവരുടെ അച്ഛൻ ഇതൊക്കെ സങ്കല്പിച്ചിട്ടാണോ ചെയ്തത്? അങ്ങനെ കുറെ കാണുമ്പോഴാണ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ്ടാവുക ഇതൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് ഭേദം. എൻ്റെ അമ്മ പണ്ടേ പറയാറുണ്ട്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം. ലക്ഷണപുത്രൻ എന്ന് പറഞ്ഞാൽ നീ നല്ല മോനെ, നിനക്ക് എന്തിനാ ഞാൻ കാശ് തരണേ, നീ ഉണ്ടായിക്കോളും. അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, നീ മഹാമോശം പയ്യനാണെങ്കിൽ നിനക്ക് കുറെ കാശ് തന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? ചിലവാക്കി കളയും. ഞാനും കോഴിക്കോട് രാജയുടെ ചെറുമകനായിട്ടുള്ള ഒരാളും ഇങ്ങനെ നടക്കുന്ന സമയത്ത് വൈകുന്നേരം പറയും, ആ രാജയുടെ വൈഫ് പറയും, ഈ ചേട്ടാ ഇത് നമ്മുടെ സ്ഥലമായിരുന്നില്ലേ, വിറ്റ് കളഞ്ഞല്ലേ, എനിക്ക് അത്രയല്ലേ ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ അമ്മാവന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് ഫുൾ അയാളുടെ ആയിരുന്നില്ലേ. അപ്പൊ എത്ര കൂടുതൽ ഉണ്ടാവുന്നോ ആർജിതേ ദുഃഖം, വ്യയേ ദുഃഖം. ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്, അതാണ് ആദ്യം പറഞ്ഞത്. ചെലവാക്കാനും ബുദ്ധിമുട്ടാണ്. ധനം സർവത്ര ദുഃഖതം, എപ്പോഴും ദുഃഖം. അതായത് ഇല്ലാത്തവന് ഒരു ദുഃഖമേ ഉള്ളൂ, ഇല്ലെന്നുള്ള ദുഃഖം. ഉള്ളവന് ഉള്ളതെല്ലാം ദുഃഖം. അല്ല, ഇതൊക്കെ ഉണ്ടായാലും ബന്ധങ്ങള് ഇല്ല. ഇപ്പം ഏറ്റവും നല്ല ധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കോണ്ടാക്ട്സ് എന്നാ പറയാം. ബന്ധങ്ങൾ അതില്ലാത്തിടത്തോളം കാലം നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുണ്ടോ, ഇപ്പം എനിക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എത്ര കാശുകാരുണ്ടെന്നറിയോ കൂടെ, നമുക്കൊരു അത്യാവശ്യം വരും, ഒരു ആഗ്രഹം, അത് കഴിഞ്ഞിപ്പോൾ നാളെ ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ട് എന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് സാധിപ്പിക്കാൻ സാധിക്കുന്ന കാശുണ്ടായിട്ടും തരാത്ത ഒരാളുണ്ടെങ്കിൽ അതിനെ ബന്ധമാണെന്ന് ഞാൻ കരുതാറില്ല. അതുകൊണ്ട് പലപ്പോഴും ആരെങ്കിലും അങ്ങനെ അത് കരുതാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ധനമില്ലാതെ പോയിട്ടുള്ള ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത് സാധാരണയാണ്, ഓരോരാളുടെയും കാഴ്ചപ്പാടുള്ള വ്യത്യാസമാണ്. ധനം വ്യയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശേഖരിച്ചു വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ആവശ്യത്തിന് വേണം. ഐ വാണ്ട് ടു ഹാവ് മൈ കപ്പ് ഓഫ് ടീ, അതിനുള്ള കാശ് എൻ്റെ കയ്യിൽ ഉണ്ടാവണം. പക്ഷെ അത് എവിടുന്ന് കഴിക്കണം എന്നുള്ളതിലെ വ്യത്യാസമുള്ളൂ. ചിലർ 500 രൂപയുടെ കാപ്പി കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ 5 രൂപയുടെ കാപ്പിയും കുടിക്കും. ഇത് രണ്ടും അവൈലബിൾ ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കിട്ടാവുന്ന രീതിയിലുള്ള കടങ്ങളെടുത്താലും കുഴപ്പമില്ല അല്ലേ? പക്ഷെ അത് നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപ റൊട്ടേറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു പണക്കാരനും അവൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ടല്ല പണം ഉണ്ടാക്കിയിട്ടുള്ളത്.
ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കാശ് കൊണ്ടാണ്. സാധാരണ നമ്മൾ ഒരു പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് പറയുമ്പോൾ സ്വന്തം ജോലി എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക, കൂലിക്കാരനായിട്ട് മാസശമ്പളം. അടുത്തത് എനിക്ക് സ്വന്തം ഒരു ഓൺട്രപ്രനർഷിപ്പ്. അടുത്ത എന്ന് പറയുന്നത് കുറേ ആൾക്കാരെ വെച്ചിട്ട് ഞാനൊരു ബിസിനസ് നടത്തുക. ലാസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് ഹയസ്റ്റ് ഓഫ് ദ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് കാശ് മാത്രം കറക്കിയിട്ട് കാശുണ്ടാക്കുക. ഫിനാൻസ് അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും ഏതാണ് സേഫസ്റ്റ് ആയിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് കിട്ടുക. അപ്പോൾ അത് സാധാരണ സ്ഥിരമായിട്ട് TV ന്യൂസിൽ രാവിലെ യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് യുദ്ധമല്ല കാണുന്നത്, ആൾക്കാരുടെ മരണമല്ല കാണുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന ഓയിൽ പ്രൈസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടുന്നത് മാത്രം നോക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് അത് ഒരു വാറിനേക്കാളും വലിയൊരു ത്രില്ലാണ്. അപ്പൊ അതിലേറ്റവും കൂടുതൽ ആ പണി നടത്തുന്ന ആളാണ് ട്രംപ്. കാരണം ട്രംപ് ഇൻവെസ്റ്ററാണ്, ട്രംപ് ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹം വാറ് നിർത്തണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റോക്ക് എപ്പോ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ അയാൾ വാറ് ഡിക്ലെയർ ചെയ്യലോ സ്റ്റോപ്പ് ചെയ്യലോ ഒക്കെ ചെയ്യും. ക്രിയേറ്റ് ചെയ്യും. ആ സമയത്തെ അയാൾ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ അയാളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ ഇത് ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോണതെന്ന്. അപ്പോൾ അടുത്ത ദിവസം അത് പറയുമ്പോഴത്തേക്കും സ്റ്റോക്കിലെ അയാൾക്കുള്ള ആവശ്യമുള്ള കാശുണ്ടാകും. ഓരോ ദിവസം രാവിലെ പുള്ളി ഇങ്ങനെ പറഞ്ഞ സീക്രട്ട്. ഇത് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ് ആണ് നടക്കുന്നത്. അപ്പോൾ വാറ് എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണെന്ന് പണ്ടേ അറിയാം. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണലി ബിസിനസ്സായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ലോകയുദ്ധം പോലും. അപ്പോൾ അവിടെ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് നമുക്കല്ലേ ടെൻഷൻ ഉള്ളൂ, കുറേ പേർക്ക് ടെൻഷൻ കൊടുത്തിട്ടുള്ള അയാൾ കാശുണ്ടാക്കണം. ഇന്നൊരൊക്കെ നാളെ കടം എന്ന ബോർഡ് പണ്ടൊക്കെ കടകളിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ചായക്കടകളിലൊക്കെയാണ് അത് കണ്ടിട്ടുള്ളത്. ആ ബോർഡൊക്കെ എടുത്തു മാറ്റി എന്നും കടം എന്നും കടം എന്ന് നോക്കണം അല്ലേ? ഓക്കെ, താങ്ക് യു. This video is powered by VSAT Group of Institutions, Ernakulam.